ഇരുമ്പേറ്റിയൊരു ആ രാത്രി തകർത്തത് നമ്മുടെ ആകെ ഹൃദയം കൂടിയാണ്. മുണ്ടക്കയിലെയും പുഞ്ചിരിമട്ടത്തെയും ചൂരൽമലയിലെയും അട്ടമലയിലെയും പരമസാധുക്കളായ ആ മനുഷ്യരെല്ലാം നമ്മുടെ കൂടി പ്രിയപ്പെട്ടവരാണ്. എന്റെ അച്ചക്കുട്ടൻ ഇന്നലെ മുതലേ രാജീവേട്ടന്റെ കാര്യം പറഞ്ഞ് ഭയങ്കര കരച്ചിലാണെന്നാണല്ലോ നയന പറഞ്ഞ്. എന്തു പറ്റി? അച്ഛൻ ഇങ്ങനെ രാജീവേട്ടന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞ അവന് സന്തോഷം ഉണ്ടാവോ? രാജീവ് ഒന്ന് പോയില്ലായിരുന്നെങ്കിൽ അവനിപ്പോ നമ്മളെ കൂടെ ഉണ്ടാവുമായിരുന്നു അല്ലേടാ? അച്ഛ, അവൻ പോയത് നമുക്ക് വേണ്ടി മാത്രമല്ല, ഈ നാടിനു വേണ്ടിയാ. അപ്പോ അച്ഛൻ അതോർത്ത് വെറുതെ വിഷമിച്ചിരിക്കണ്ട കേട്ടോ. എന്റെ അച്ചക്കുട്ടൻ പോയിട്ട് കുളിച്ച് സുന്ദരക്കുട്ടപ്പനായിട്ട് വന്നേ. എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടാ. ഷൈനേച്ചി ഉരുള് പൊട്ടി നാടേതോ വീടേതെന്ന് അറിയാത്ത രീതിയിലാണ് ഫുള്ള് ചെളിയും മണ്ണും നിറഞ്ഞിരിക്കണേ. ഞാൻ അച്ഛനോട് ആക്കാൻ വേണ്ടി വന്നാ. നാളെ രാവിലെ വാർത്ത ഇറങ്ങി സജീവനും നയനയും വരും. അതുവരെയെങ്കിലും അച്ഛൻ ഇവിടെ നിർത്തണം, അല്ലെങ്കിൽ രാവിലെ ഞാൻ വരും. അതുവരെയെങ്കിലും അച്ഛൻ ഇവിടെ നിൽക്കട്ടെ. ഞാൻ പോട്ടെ. നീ പോവല്ലേ? ഷൈനേച്ചി, ഞാൻ പോയേ പറ്റുള്ളൂ. ഒരുപാട് ആൾക്കാർ അവിടെ കുടിക്കിടപ്പുണ്ട്. അച്ഛൻ ഇവിടെ നിൽക്ക്. ആരെങ്കിലും കൂടി കിടപ്പുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? തോമസേ, ആരൊക്കെ ഇവിടെ കുടി കിടപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ മല അറിയിക്കോ. ഞാൻ ഒരു റൗണ്ട് ഇവിടെ നോക്കിയിട്ട് വരാം. ഇനിയും പൊട്ടാൻ സാധ്യതയുണ്ടാ? അതല്ലടാ, ഇനി ആരെങ്കിലും കുടി കിടപ്പുണ്ടെങ്കിൽ അത് നമുക്ക് അറിയുന്ന ആരെങ്കിലും ആണെങ്കിൽ നാളെ കിടന്ന് ഉറക്കം വരത്തില്ലടാ. നിങ്ങൾ അറിയിക്കോ. ഞാൻ ഒരു റൗണ്ട് ഇവിടെ നോക്കിയിട്ട് വരാം. ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ഒരു ശബ്ദം കേൾക്കാമോ? ആരുമില്ലാതെ തോന്നുന്നു. ആരുമില്ലാതെ തോന്നുന്നേ. തിരിച്ചു പോ. ഉയിരായി മാറവേ നിഴൽ